ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ജിലേബിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ വേഗം ഒരു 15-20 മിനിറ്റിനകം തന്നെ ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമല്ലേ ജിലേബി. അപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങാതെ വീട്ടിൽ തന്നെ നമുക്ക് വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഷുഗർ സിറപ്പ് റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ബോയിൽ ചെയ്യാൻ വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നാരങ്ങാനീര് ചേർക്കാം. ഈ പാനി ക്രിസ്റ്റലൈസ് ആവാതിരിക്കാനാണ് നാരങ്ങാനീര് ചേർക്കുന്നത്. ഇതിലേക്ക് ഒരു നുള്ള് സാഫ്രോൺ ചേർക്കുന്നുണ്ട്. ഇതുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്തിട്ടുള്ളതാണ്, ഓപ്ഷണലാണ്. അപ്പോൾ കളറ് മാവിൽ ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ഈ പാനിയിലേക്ക് ഈ സമയത്ത് കളറും കൂടെ ചേർത്ത് കൊടുക്കാം, ഈ പാനി റെഡി ആവുന്ന സമയത്ത്. അപ്പോൾ ഇത് ഒരു നൂൽ പരുവമായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഒരു ചെറിയ ചൂട് വേണം ഇതിലേക്ക് നമ്മൾ ജിലേബി ഫ്രൈ ചെയ്തിട്ടിടുമ്പോൾ. ഇനി എണ്ണ ചൂടാകാൻ വേണ്ടിയിട്ട് ഒരു പാൻ വയ്ക്കാം. ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിലാണ് അളന്നിട്ടുള്ളത്. അപ്പോൾ ഏതിലാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ പഞ്ചസാരയും മൈദയെല്ലാം അതേ അളവിൽ തന്നെ എടുത്താൽ മതി, അതേ കപ്പിൽ തന്നെ അളന്നെടുത്താൽ മതി. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല തിക്കായിട്ടുള്ള തൈര് ചേർത്തിട്ടുണ്ട്. പുളിയില്ലാത്ത തൈരാണ്. ഇനി ഇതിലേക്ക് ഞാൻ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഓറഞ്ച് കളറ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ മഞ്ഞളിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്. ഞാനിവിടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നല്ല ഒരു ബാറ്ററാക്കി എടുക്കാം. ഒരുപാട് വെള്ളം ഒന്നിച്ച് ചേർക്കരുത്, കുറച്ച് ആദ്യം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്കി കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ദോശമാവിനെക്കാട്ടിലും കുറച്ചും കൂടെ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ ഈ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതൊന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതേപോലെയാണ് ഈ ബാറ്റർ ഇരിക്കേണ്ടത്. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല, എന്നാൽ നല്ല തിക്കും ആവാൻ പാടില്ല. ഇനി ഇതൊരു ബാഗിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു ഐസിങ് ബാഗിലേക്കാണ് മാറ്റുന്നത്. അപ്പോൾ സിപ്പ് ലോക്ക് ബാഗോ അല്ലെങ്കിൽ ഒരു കെച്ചപ്പിൻ്റെ ബോട്ടിലോ എന്തുണ്ടെങ്കിലും അതിലേക്ക് മാറ്റിയിട്ട് പൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ഓയിൽ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക, അല്ലെങ്കിൽ ഈ ബാറ്റർ റെഡി ആയിട്ട് ഓയിൽ ചൂടാക്കി എടുത്താലും മതി. ഞാനിപ്പോൾ അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എൻഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരുപാടും കട്ട് ചെയ്യണ്ട, കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. മീഡിയം ലോ ഫ്ലെയിമിൽ വേണം ഈ ജിലേബി തയ്യാറാക്കുമ്പോൾ ഇതിൻ്റെ ഫ്ലെയിം വയ്ക്കാൻ. ഒരുപാട് ചൂട് കൂടിപ്പോയാൽ ശരിയാവില്ല, പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോവും. അതുപോലെ ചൂട് കുറഞ്ഞാലും നല്ലതുപോലെ വരത്തില്ല. അപ്പോൾ ഇതേപോലെ ചുറ്റിച്ചു കൊടുക്കാം. ഒരു സൈഡ് ആവുന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് തിരിച്ചു കൊടുക്കാം. ഇതേപോലെ ഒരു സ്ക്യൂവർ അല്ലെങ്കിൽ നമ്മൾ പപ്പടം കുത്തുന്ന അത് വെച്ചിട്ടോ മറിച്ചിട്ട് കൊടുക്കുന്നതാണ് ഈസി. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇനി ഇത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഷുഗർ സിറപ്പ് കുറച്ച് ചൂടോടെ തന്നെയാണ് ഇരിക്കുന്നത്, ഒരുപാട് തിളച്ചിട്ടല്ല ഇരിക്കുന്നത്, എന്നാലും അത്യാവശ്യം ചൂട് വേണം. അഥവാ ചൂട് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മുക്കി ഇതിലേക്ക് വയ്ക്കാം. ഇതേപോലെ ഒരു അരിപ്പ വെച്ചിട്ട് ഇതേപോലെ പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി. ഒരു 30-40 സെക്കൻഡ് ആവും ഇത് ആ ഷുഗർ സിറപ്പൊക്കെ നല്ലതുപോലെ ജിലേബിയിലേക്ക് പിടിച്ച് കിട്ടാൻ. അപ്പോൾ അതുവരെ അത് ഇതുപോലെ വയ്ക്കാം. എന്നിട്ട് അടുത്ത ജിലേബി റെഡിയാക്കി എടുക്കാം. പഞ്ചസാര പാനി ആവുന്ന അത്ര ഒരു സമയം കൂടുതൽ വേണമെന്നേ ഉള്ളൂ. പിന്നെ ഈ ജിലേബി ഉണ്ടാക്കിയെടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്.
ഒരുപാട് അങ്ങ് മൊരിഞ്ഞു പോകണ്ട, ഒന്ന് ഒരു സൈഡ് ആവുമ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. പഞ്ചസാര പാനിയിൽ ഇതിട്ടിട്ട് കുറച്ച് നേരമായി, നല്ലതുപോലെ ഈ പാനിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി എടുക്കാം. നല്ല ഭംഗിയിൽ നല്ല ടേസ്റ്റി ആയിട്ട് ജിലേബി റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും തയ്യാറാക്കി എടുക്കാം. ഇതേപോലത്തെ ഷേപ്പിലും ആക്കിയെടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചുറ്റിച്ച് നീളത്തിൽ ഇതുപോലെ ചുറ്റിച്ച് കൊടുത്താൽ മതി. അതും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ജിലേബി എല്ലാം റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്, പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ പുറമൊക്കെ നല്ല ക്രിസ്പിയാണ്, എന്നാൽ ഈ ഷുഗർ സിറപ്പൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. ഇതേപോലെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക് യു.